ഈ കഴിഞ്ഞ ദിവസം വളരെ ഞാനൊരു സിഗ്നലിൽ ഡ്യൂട്ടി ചെയ്യാണ്. ഒരു ബസ് അതിവേഗത്തിൽ വരുവാണ്. ഞാൻ ഈ ബസ്സിനെ സ്ലോ ഡൗൺ കാണിച്ച് കാരണം അവിടുത്തെ സിഗ്നൽ ഒരേ ഒരു സെക്കൻഡ് റെഡാവും. അതെനിക്കറിയാവുന്നതുകൊണ്ട് യെല്ലോ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെല്ലോ ലൈറ്റ് 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. 6ാമത്തെ സെക്കൻഡിൽ അവിടെ റെഡ് സിഗ്നൽ വീഴും. ആ റെഡ് സിഗ്നൽ വീഴുന്ന അതേ സെക്കൻഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ താഴത്തെ റോഡിൽ നിന്ന് ക്രോസ് ഒരു സിഗ്നൽ വരും. മനസ്സിലായോ? അപ്പം ഇയാൾ ഇതിനെ മറികടക്കാൻ വരുക. അപ്പം ഞാൻ ഇയാളെ സ്ലോ ഡൗൺ കാണിച്ചു. ഉടനെ ഇയാൾ ആ സ്പീഡിൽ വന്നപ്പം ഒരു 20 മീറ്റർ അപ്പുറത്ത് വെച്ച് നിന്ന് റെഡ് ഇവിടെ വീണ്. ഇയാൾ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കരിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് എൻ്റെ അടുക്കൽ നിന്ന് സിഗ്നലിൽ നിന്ന് വണ്ടി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറൊക്കെ ചെന്നിട്ട് ചോദിച്ചു, താങ്കൾ ഇത്രയും സ്പീഡിൽ വന്നിട്ട് താങ്കൾ ഇതിനെ മറികടക്കാമെന്ന് വിചാരിക്കാം. താഴത്തെ സിഗ്നൽ ഓണാണ്, അയാൾ വട്ടം പോവും, അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും. നിങ്ങളൊരു ഡ്രൈവറല്ലേ? ഒരു അപകടത്തിൽ കേസെടുത്തു കഴിഞ്ഞാൽ മർമ്മപ്രധാനമായ ഒരു കാര്യം, അത് ചിന്തിക്കേണ്ട ഒരു കാര്യം, മദ്യപിച്ച് വാഹനം ഓടിച്ച് പോലീസ് പിടിച്ചാൽ, ഇതൊക്കെ ഞാൻ ആദ്യം പറയേണ്ട ഒരു പോയിൻറ്റുകളായിരുന്നു. മദ്യപിച്ച് വാഹനം RTA കേസുണ്ടായാൽ, അപകടകരമായ വാഹനം ഓടിച്ചാൽ, റെഡ് സിഗ്നൽ ജമ്പ് എന്ന് പറയുന്നത് സിഗ്നൽ റെഡ് കിടക്കുമ്പോൾ നമ്മൾ വാഹനം ഓടിച്ചു പോയാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ RTOയ്ക്ക് അപേക്ഷ കൊടുക്കും, ഇയാളുടെ ലൈസൻസ് വെച്ച് ഇയാളിങ്ങനെ ഇത്ര സെക്ഷൻ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു, നിയമം പിടിച്ചിരിക്കുന്നു. അവർ നിങ്ങളുടെ ലൈസൻസ് ഒരു നിശ്ചിത കാലയളവിലേക്ക് ബാൻ ചെയ്യും. ഒരാൾ ഡെത്തായാൽ 6 മാസത്തിന് ബാൻ ചെയ്യും. അപകടം ഉണ്ടായാൽ ചിലപ്പം 2 തൊട്ട് 3 മാസത്തിന് വരെ നിങ്ങളെ ബാൻ ചെയ്യും. ഇങ്ങനെ അപ്പം ബാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലൈസൻസ് ഇല്ലാത്ത ആൾ എങ്ങനെയാണ് ഒരു ഡ്രൈവറായിട്ട് വാഹനം ഓടിക്കുക? ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് ബാൻ ചെയ്തു പോകും. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി അറിയോ? ഇല്ല, ഞാൻ ഈ ബസ് ഓടിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാകുകയില്ലേ? നിങ്ങളുടെ കുടുംബം പട്ടിണിയാകുകയില്ലേ? കുഞ്ഞുങ്ങളുടെ കാര്യം എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ട്രാഫിക് ബോധവൽക്കരണം ആവശ്യമായിരിക്കും. അപ്പോൾ അയാളെന്നോട് സാറേ മഞ്ഞയല്ലേ കത്തിക്കൊണ്ടിരുന്നേ, ഓടിച്ചു പോകുന്നത്. ഈ മഞ്ഞ ലൈറ്റ് എന്തിനാണ് കത്തുന്നതെന്ന് പോലും അറിയാൻ മേലാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ വാഹനം ഓടിക്കുന്നത്. മഞ്ഞ ലൈറ്റ് കത്തുന്നത് പച്ച സിഗ്നൽ കഴിഞ്ഞാൽ ഉടനെ മഞ്ഞ ലൈറ്റ് കത്തും. മഞ്ഞ ലൈറ്റ് കത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വാഹനം സ്ലോ ചെയ്യേ. കാരണം ഉടൻ തന്നെ ഇവിടെ റെഡ് കത്തുമ്പോൾ നിങ്ങളിത് കറക്കാൻ പാടില്ല. നിങ്ങൾ വേഗത കുറയ്ക്കണം. വേഗത കുറച്ച് നിങ്ങൾ വരുമ്പോൾ മഞ്ഞ കത്തിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറാം. വേഗത കുറച്ച് നിങ്ങൾ ആ സിഗ്നൽ ലൈറ്റിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ റെഡാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിർത്തണം. അതല്ലെങ്കിൽ പാഞ്ഞ് വന്ന് അവിടെ പെട്ടെന്ന് റെഡ് കണ്ട് ചവിട്ടി ആക്സിഡൻ്റ് ഉണ്ടാവും.